ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇസ്ലാമിനെ വെള്ളപൂശുന്ന തിരക്കിലാണ് ചില നവോത്ഥാന നായകന്മാരും സോഷ്യൽ മീഡിയയിലെ ചില താര രാജാക്കന്മാരും റാണികളുമൊക്കെ. മുമ്പ് പറഞ്ഞതിനെയൊക്കെ ഒന്ന് തേച്ചു മിനുക്കാൻ പറഞ്ഞും പോയി, ഇനിയൊന്ന് മേക്കപ്പ് ഇടുകയും ചെയ്യണം. അങ്ങനെ നിലപാടുകളില്ലാത്ത അനേകം ആളുകളുടെ കൂടി സ്ഥലമായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വ്യൂവേഴ്സ് ഇല്ലാതാകുമ്പോൾ ജാമിദയെ പോലെയുള്ള ആളുകളെ കയറി പിടിച്ചാൽ അവരുടെ ഫോട്ടോയോ അവരുടെ പേരോ വെക്കുമ്പോൾ കുറച്ച് റേറ്റിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് വ്യൂവേഴ്സിനെ കൂട്ടിക്കൊണ്ടുവരാം, സബ്സ്ക്രിപ്ഷനും കിട്ടും. കാരണം ജാമിദയാണല്ലോ തെറി പറയുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല. ഞാനിതൊക്കെ ഒരു പോസിറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇസ്ലാമിനെ വെള്ളപൂശുന്നതോടൊപ്പം ഇസ്ലാം മത വിമർശകരെ 4 തെറി കൂടി പറഞ്ഞാൽ കെങ്കേമം. അതുകൊണ്ടിപ്പോ മതവിശ്വാസികളും ഇതര മതവിഭാഗങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇസ്ലാമിനെ വെള്ളപൂശുന്ന തിരക്കിലാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ഈ കോമാളിത്തരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കേൾക്കുക. പ്രവാചകൻ ഹീറാ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ജബേൽ അൽ നൂർ കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടാനായി കാത്തുനിന്നു. ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണ് തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു, നീ മുബഷീറോ നദീറോ? ഉറുമ്പ് പറഞ്ഞു, വെറും ബഷീർ, എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ. ഞാനും അങ്ങയെപ്പോലെ അനാഥനാണ്, അലഞ്ഞു തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് മല കയറി വന്നവൻ. നീ ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, നിങ്ങൾ എപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ ഒരു കൽത്തരി എടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വെച്ചു. അത് പഞ്ചസാരയായി മാറിയിരുന്നു. ഇതിന് മധുരമുണ്ടല്ലോ. ഉറുമ്പ് വിസ്മയിച്ചു. ദയയോടെ നൽകുന്ന എന്തും മധുരിക്കും. അത് ജിബ്രീൽ പറയും മുൻപേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു, പ്രവാചകൻ അരുളി ചെയ്തു. ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാഖ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നത്. മനുഷ്യർ അത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുതക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത്. ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും. ഒരുമ, അധ്വാനം, വിനയം. അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ്, മെക്കയിൽ നിന്ന് നിനക്ക് മെദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും. അപ്പോഴും അലമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും. പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിൽ അമർന്നു. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു. അറേബ്യയിലെ സൂര്യൻ, ഉറുമ്പ് പറഞ്ഞു. ഭൂമിയുടെ സൂര്യൻ, പ്രവാചകൻ തിരുത്തി പറഞ്ഞു. ചരാചരങ്ങളുടെ സൂര്യൻ, പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു. നിശ്ചയമായും ഈ കവിത ഒരു സാങ്കല്പികമായ ഞാൻ ഉണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭം വളരെ ബോധപൂർവം തന്നെ നിർമ്മിച്ചതാണ് എന്ന് പറയാം. കാരണം ഉറുമ്പിനെ പോലെ നാം നിസ്സാരനായി അല്ലെങ്കിൽ നിസ്സാരമായി കരുതുന്ന ഒരു ജീവി പോലും എങ്ങനെയാണ് ഒരു ദൈവ സൃഷ്ടി എന്ന നിലയിൽ, പ്രകൃതിയുടെ സൃഷ്ടി എന്ന നിലയിൽ പ്രധാനമാകുന്നത്? എങ്ങനെയാണ് ഒരു ഉറുമ്പ് പോലും നമ്മെ വിനയം പഠിപ്പിക്കുകയും സാഹോദര്യം പഠിപ്പിക്കുകയും എല്ലാം പങ്കിടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഉറുമ്പ് നൽകുന്ന സന്ദേശവും ആത്യന്തികമായി നബി നൽകുന്ന മഹാസന്ദേശവും തമ്മിൽ എന്തോ സാമ്യമുണ്ടല്ലോ എന്ന തോന്നൽ എനിക്കുണ്ടായത്. അതിൽ നിന്നാണ് ഈ കവിത ഉണ്ടായത്. അത് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പറയുന്നത് പോലെ ഹീറാ ഗുഹയിൽ അദ്ദേഹം ധ്യാനസ്ഥനായിരുന്ന, പിന്നീട് അവിടെ വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ മല കയറി വരുന്ന ഒരു ഉറുമ്പ്, അതിലൂടെ ആ ഉറുമ്പിന്റെ ഭക്തിയും വിനയവും കൂടി പ്രത്യക്ഷമാകുന്നുണ്ട്. ഒരു ആ അർത്ഥത്തിൽ, അതിന്റെ ഒരു ആന്തരികമായ ഒരു അർത്ഥത്തിൽ ഒരു ഇസ്ലാം ആണ് ആ ഉറുമ്പ്. ഒരു കീഴടങ്ങിയ ജീവി ആണ്. പ്രകൃതിയോടും ദൈവത്തോടും
കീഴടക്കവും വിനയവും കാണിക്കുന്ന ഒരു ജീവിയാണ് ആ ഉറുമ്പ്. ഇങ്ങനെ ഒരു സംഭാഷണത്തിലൂടെ പ്രവാചകൻ മനുഷ്യലോകത്തിന് നൽകാൻ ശ്രമിച്ച ആ വലിയ മൂല്യങ്ങളുടെ ഒരു സൂചന നൽകാനാണ് ഇത്തരം ഒരു കവിതയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇനിയും പ്രവാചകനെ കുറിച്ച് ഞാൻ കവിതകൾ എഴുതിയേക്കും. കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങൾ തന്നെ വളരെയധികം പ്രചോദനം നൽകുന്ന സന്ദർഭങ്ങളാണ്. അദ്ദേഹത്തിന്റെ 6-ാം വയസ്സിലെ അനാഥത്വം, അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം തന്റെ കൂട്ടുകാരി മരിക്കുന്നത് വരെ അദ്ദേഹം ഏകപത്നീവ്രതനായി തുടരുന്നത്, പിന്നീട് അദ്ദേഹം ജനങ്ങളെ ഒന്നിച്ചുകൂട്ടിയ രീതി, അദ്ദേഹം ഭരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ ഭരണാധികാരികൾ പലപ്പോഴും മറന്നുപോകുന്ന തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ, ഇവ എല്ലാം തന്നെ നിരന്തരം ഏത് കവിയെയും പ്രചോദിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ഒരു ആരംഭം എന്ന നിലയിലാണ് ഈ കവിതയെ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് എന്തിനെ സംബന്ധിച്ചും എഴുതാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വിമർശിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രവാചകനെ വലിയ ഇഷ്ടമായേക്കാം, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായേക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിൽ നിന്ന് ഇത്തരം കൃതികൾ കൂടി ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചേക്കാം. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്, നമ്മൾ അതിന് വിടുന്നത്. ഹിറാ ഗുഹയിൽ പോയി പ്രവാചകൻ ആരാധനാ നിമഗ്നനായിരുന്നു. അങ്ങനെ ജിബ്രീൽ വന്ന് പ്രവാചകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ട് വായിക്കേ എന്ന് പറഞ്ഞു. പ്രവാചകനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകന് വായിക്കാൻ അറിയില്ല എന്ന യാഥാർത്ഥ്യം ജിബ്രീലിനെ വാനലോകത്ത് നിന്ന് പറഞ്ഞുവിട്ട പടച്ച റബ്ബിനും അറിയില്ലായിരുന്നെന്നുമുള്ള യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇന്നതിനെ നല്ല രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം കഴുത്തിൽ പിടിച്ച് ഞെക്കിയിട്ട് വായിക്കേ എന്ന് പറഞ്ഞു, ഇക്ര എന്ന് പറഞ്ഞു. അപ്പോൾ മാ അനബിക്കാരിൻ എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കുന്നവനല്ല. അപ്പോൾ പ്രവാചകൻ എഴുത്തും വായനയും അറിയാത്ത ആളാണ് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് നിരക്ഷരനായ ഒരാളെ ഞാൻ ദൈവദൂതനായി നിങ്ങൾക്കിടയിലേക്ക് തെരഞ്ഞെടുത്തു വിടുകയാണ് എന്നാണ് ഖുർആൻ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത്. ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നീ നിന്റെ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്ന്. അപ്പോൾ പ്രവാചകന് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. ഈ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനോട് അള്ളാഹു ജിബ്രീൽ മുഖേന 23 വർഷക്കാലത്തിനിടയിൽ അല്പാൽപമായി സന്ദർഭോചിതമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീലാണ് പ്രവാചകന് വെളിപാടുകൾ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. എന്തൊക്കെയോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലേ? അതെ, ഇത് ആരോട് എപ്പോൾ പറഞ്ഞു, എന്താണ് അതിന് തെളിവ്? ഞാൻ ഹിറാ ഗുഹയിൽ പോയിരുന്നെന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നും പ്രവാചകൻ ആരോട് പറഞ്ഞു? ആരത് രേഖപ്പെടുത്തി? ആരാണത് സാക്ഷ്യപ്പെടുത്തിയത്? ഇപ്പോ നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് മോദി പറഞ്ഞതാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ മോദി മതി. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ APJ അബ്ദുൽ കലാമിന് പറ്റണം. ഗാന്ധിജിയാണ് പറഞ്ഞതെങ്കിൽ ഗാന്ധിജിയും. പക്ഷേ മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞാൽ നബിയാണത് പറഞ്ഞത് എന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ, നമ്മളത് വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ താഴെ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, അബൂദാവൂദ്, നസായി, തിർമുദി, അഹ്മദ് എന്നീ തുടങ്ങിയ പേരുകൾ അവിടെ അനിവാര്യമായി വരും. പ്രവാചകനെ ജിബ്രീൽ നേരിട്ട് ഖുർആൻ വചനങ്ങൾ ഓതിക്കൊടുത്തിട്ടുണ്ടോ? പ്രവാചകൻ അനുചരന്മാർക്ക് നേരിട്ട് ഓതിക്കൊടുത്തിട്ടുള്ള വചനങ്ങളാണോ ഇന്ന് ഖുർആനിലുള്ളത്? ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ? ഈ ഹിറാ ഗുഹയിൽ വന്നിരിക്കുന്നെന്നും പ്രവാചകൻ ഇതുപോലെയുള്ള വെളിപാടുകൾ ലഭിച്ചെന്നും പ്രവാചകൻ അത് വന്ന് അനുചരന്മാരെ പഠിപ്പിച്ചെന്നും പറയുന്നത് ചരിത്രം. പ്രവാചകൻ എവിടെയെങ്കിലും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് ഗ്രന്ഥമാക്കിയ സമയത്ത് എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത് എന്ന് പ്രവാചകൻ എവിടെയെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ?
പിന്നെ എങ്ങനെയാണ് ഇത് ദൈവിക വെളിപാടുകളാകുന്നത്? അപ്പൊ ഹിറാ ഗുഹയിൽ വന്നിരുന്ന ഉറുമ്പ് പ്രവാചകനുമായി സംസാരിച്ച ഒരു ആശയമാണ് അദ്ദേഹം വിപുലീകരിച്ച് ഒരു കവിതാരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ പ്രവാചകൻ എന്തായിരുന്നെന്നും പ്രവാചകൻ എങ്ങനെയായിരുന്നെന്നും പ്രവാചകൻ എന്താണ് സമൂഹത്തെ പഠിപ്പിച്ചതെന്നും പ്രവാചകൻ എന്താണ് ചെയ്തതെന്നും പ്രവാചകൻ ഏത് വെളിപാടുകളാണ് കിട്ടിയിരുന്നതെന്നും സാക്ഷ്യപ്പെടുത്തേണ്ടത് പ്രവാചകനാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആനോ ഈ ഹദീസുകളോ പ്രവാചകൻ കണ്ടിട്ടില്ല. പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം 23 വർഷക്കാലം കഴിഞ്ഞപ്പോൾ, 23 വർഷമല്ല 200 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഖുർആൻ ക്രോഡീകരിക്കുന്നത് പോലും. ഉസ്മാന്റെ കാലഘട്ടത്തിലൊക്കെ ക്രോഡീകരിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ പുസ്തക രൂപത്തിൽ ഈ ചിഹ്നങ്ങൾ ഇട്ടിട്ടുള്ള ഖുർആൻ വരാൻ തുടങ്ങിയത് അതിനും എത്രയോ വർഷങ്ങൾക്ക് പിന്നിലാണ്. അതും കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അർത്ഥങ്ങൾ എഴുതുന്നത് വിവിധ ഭാഷകളിൽ. അതും കഴിഞ്ഞു എത്രയോ കഴിഞ്ഞിട്ടാണ് ഖുർആനിന് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വരുന്നത്. പ്രവാചകനും ജിബ്രീലും തമ്മിലുള്ള ദൈവീകമായ സന്ദേശങ്ങൾ കൈമാറിയതിനിടയിൽ അവര് രണ്ടുപേരും പറയാത്ത കാര്യങ്ങളല്ലേ ഇന്ന് ഖുർആനിലുള്ളതെല്ലാം. സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല അവർ രണ്ടുപേരും. പിന്നെ ഇതിന്റെ വിശ്വാസ്യത എന്താണ്? നന്ദി.